ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം ആരായിരിക്കും വിന്നർ ആകാൻ പോകുന്നതെന്ന്. തമിഴ് ആൾക്കാർ മാത്രമല്ല, മലയാളീസും ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതി ആൻഡ് കമറുദ്ദീൻ ആയിരുന്നു ആ ഒരു ഷോയിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊമോ ക്വീൻ എന്ന് പറയുന്നത്. ശരിക്കും പാറുവായിരുന്നു. അവരെല്ലാവരും തന്നെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 4 എത്തുമെന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് കമറുദ്ദീൻ ആൻഡ് പാർവതി. വിന്നിങ് ഒരു മെറ്റീരിയൽ ആയിരുന്നു, മെറ്റീരിയൽ ആയിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർ റെഡ് കാർഡ് എടുത്തു, പുറത്തു പോയി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അത് വേറെ ഗുഡ് കോണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് അവരുടെ സ്ട്രാറ്റജി ഒത്തിരി അങ്ങ് വർക്ക് ആയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ആൻഡ് ഓൾസോ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സാന്ദ്ര വാസ് എ ഡ്രാമ ക്യൂൻ ബിക്കോസ് സാന്ദ്രയുടെ റീ എൻട്രിക്ക് ശേഷം പാർവതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സെയിം സാന്ദ്ര തന്നെയാണ് പാർവതി പോയപ്പോഴും അല്ലെങ്കിൽ കമറുദ്ദീൻ കാലിൽ വീണ് മാപ്പ് ചോദിച്ചപ്പോഴും അനങ്ങാതിരുന്ന് എന്തൊക്കെയോ റിയാക്ഷൻ വാസ് സോ റെഡിക്കുലസ് ആയിരുന്നു. അപ്പം ഈ സെയിം പാർവതി അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ ക്യൂനും ഫേക്കും ആണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് അത്രയും നെഗറ്റിവിറ്റി സാന്ദ്രയ്ക്ക് പുറത്ത് പോയപ്പോൾ കിട്ടിയതിൻ്റെ ബേസിസിലാണ് അകത്ത് ഉള്ളിൽ കയറി വന്ന് കുറച്ച് നല്ല പിള്ള ചമയുവാണ് എന്നുള്ളതാണ് കൊമൻസ് ഫുള്ള് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ, ഇനി എല്ലാത്തിൻ്റെയും എൻഡാണ് വരുന്നത്. അതായത് ബിഗ് ബോസ് തമിഴ് സീസൺ 9 എൻഡ്. വിജയ് സേതുപതി വന്ന് ദ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന, വിന്നർ എന്താണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിന്നർ ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്ന. ഇവർ കിങ് ആണോ ക്വീൻ ആണോ എന്നറിയത്തില്ല. BB9 ക്വീൻ ആകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യയാണ് ആദ്യം നിൽക്കുന്നത്. അങ്ങനെ ഓൾസോ ദിവ്യ ആൻഡ് ശബരി കുറച്ച് ടഫ് കോമ്പറ്റീഷനാണ് അവർ തമ്മിൽ നടക്കുന്നത്. എന്നിരുന്നാലും ദിവ്യ കുറച്ച് ലീഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദിവ്യ, ശബരി, അറോറ ആൻഡ് വിക്രം ഇവർ 4 പേരാണ് ടോപ്പ് 4. ടോപ്പ് 5 ഉണ്ടായിരുന്നു, ബട്ട് സാന്ദ്ര എവിക്റ്റായി പോയി. ടോപ്പ് 4 ഉള്ളൂ ഇപ്രാവശ്യം. അത് സാന്ദ്ര എവിക്റ്റ് ആകാൻ കാരണം ഒരു പക്ഷെ ഈ ഒരു പാറു ആൻഡ് കമറുദ്ദീൻ പോയി TRP റേറ്റിംഗ് ചിലപ്പോൾ കുറഞ്ഞു കാണും. ആൾക്കാരുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതും. അപ്പം അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം അവരുടെ നിന്ന് അവർക്ക് ഇഷ്ടമായിരുന്നു അവരെ. അപ്പാർട്ട് ഫ്രം അവരുടെ ലവ് സ്ട്രാറ്റജി ഒക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ അവർ നല്ലതായിരുന്നു. നല്ല നല്ല കോണ്ടൻറ്റ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു പ്രൊമോ ക്വീൻ ആയിരുന്നു പാർവതി. അപ്പോൾ പാർവതി ആ ഒരു ഷോയിനെ പൊക്കി TRP റേറ്റിംഗ് പൊക്കി കൊണ്ടുവന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവർ പോയതിന് ശേഷം TRP റേറ്റിംഗ് വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പോസിറ്റിവിറ്റി സാന്ദ്ര കണ്ടതിന് ശേഷമാണ് റീ എൻട്രീന് ശേഷം സാന്ദ്ര വളരെ നല്ല രീതിയിലാണ് പാർവതിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. എനിവേ, ദിവ്യ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ്. അത്ര ചീപ്പായിട്ടുള്ളൊരു ഗെയിംസോ കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല. നല്ല മാന്യമായിട്ട് കളിച്ചൊരു വ്യക്തിയാണ്. ദിവ്യയ്ക്കും ഹേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ടാസ്ക് കൊടുത്താൽ ദിവ്യ 100% അത് ഇൻവോൾവ് ചെയ്ത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആരെ ഹേർട്ട് ചെയ്ത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം ഒരു ലക്കിൻ്റെ ഫാക്ടറാണ്. PR ടീംസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മലയാളത്തിലുള്ള പോലെ തന്നെ അവിടെയും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും ദിവ്യനെ വളരെ ഇഷ്ടമാണ്. ഒരു സെക്കൻഡ് ചാൻസ് അറിയത്തില്ല. ശബരി നല്ല കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്നതാണ്. ചില സമയത്ത് അറോറ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്, ചില സമയത്ത് വിക്രം ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. സോ ഈ 4 പേരും നല്ല ആൾക്കാർ തന്നെയാണ്. ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആൻഡ് ഓൾസോ BB ക്വീൻ ആവാനാണ് ചാൻസസ് വളരെ കൂടുതലെന്ന് ഒരുപാട് കൊമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ശബരി, അറോറ, വിക്രം ആൻഡ് ദിവ്യ 4 എന്താ പറയുക ഒരു ഗുഡ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഗുഡ് കണ്ടസ്റ്റൻസ് ആണ്. അതിലവിടെ നിന്ന് ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ കഴിഞ്ഞാൽ ഇവർ നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. എനിവേ, ഇന്നത്തെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും എൻ്റെ ഈ ചാനൽ കൂടി ഇടുന്നതായിരിക്കും. ബിക്കോസ് I too was addicted to that. ദിവ്യ കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ ബേസിസിൽ വോട്ട് കൊടുക്കുന്നു എന്ന് ഞാൻ കമൻറ്റ് കണ്ടു. പക്ഷേ എന്തെന്നാലും ആളുടെ ആ ഒരു ബിഹേവിയർ ടുവേർഡ്സ് അതർ കണ്ടസ്റ്റൻസുമായിട്ടുള്ളൊരു ബിഹേവിയർ, ആ ഒരു ഹ്യൂമാനിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എനിവേ, നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നല്ലൊരു രീതിയിലുള്ള നല്ലൊരു വിന്നർ, ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിന്നർ എന്തായാലും ആവട്ടെ. ബോസ് തമിഴ് സീസൺ 9 ഒരു കിങ്ങോ ക്വീനോ അതെന്തായാലും ഡിസേർവിംഗ് ഉള്ളവരാവട്ടെ. ഈ 4 പേരും ഡിസേർവിംഗ് തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം ആർക്കാണ് കിട്ടാൻ പോകുന്നത്. എനിവേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഞാൻ ഇതിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.